ഓണത്തിന്റെ ഭാഗമായി ആദ്യത്തെ കറി തന്നെ കരിച്ചു വെച്ച്. ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഓണത്തിനെ പറ്റി പറയാൻ പറഞ്ഞ. പണ്ടത്തെ ഓണമാണ് ഓണം. ഇപ്പൊ എന്താ ഓണം ഇല്ലേ? ഓണം ഉണ്ട്, എന്നാലും എല്ലാരും മൊബൈലിലുള്ള ഓണമാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്നെ മാത്രം ഇപ്പൊ വയ്യ. അപ്പൊ അമ്മക്ക് എത്ര? 60-90. അമ്മക്ക് 17-18 അടുത്ത ചിങ്ങത്തി തികയില്ല. അയ്യോ എന്താ ടെൻഷനായിട്ടാ. പണ്ടത്തെ നാട്ടിലെ കൊച്ചിലത്തെ ഓണമെന്ന്. എന്താ നീ ഇത് വ്ളോഗ് ഇടരുത്. വ്ളോഗ് ഇട്ടില്ലെങ്കിൽ വ്ളോഗ് ഇടൂല. നീ അത് കട്ട് ചെയ്തിട്ട്. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം കണ്ണ. ഹാപ്പി ഓണം ശിവാസി. ഇടയിൽ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഓണപ്പരിപാടി. എന്തെങ്കിലും കഴിച്ചിട്ട് പോയി മുക്കിലോട്ട് പോകാം. തീറ്റി മാത്രമേ ഉള്ളൂ. ശപ്പം കറി. അമ്മയുടെ സ്വാദിഷ്ടമായ എന്ത് ടേസ്റ്റ് അമ്മ. ഓണത്തിന്റെ ഭാഗമായി ആദ്യത്തെ കറി തന്നെ കരിച്ചു വെച്ച്. എന്തിനായിരുന്നു? പുള്ളിശ്ശേരിയെ. എന്നിട്ട് എവിടെ പോയിരുന്നു? ഓണം സൂപ്പർ ഓണം. കരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് നോക്കിക്കൂടെ ആയിരുന്ന? ചക്കായി അടിപൊളി. കരിഞ്ഞറ ആദ്യത്തെ തന്നെ കരിഞ്ഞു. അടുത്ത കരിയാൻ മുമ്പ് നമ്മള് പോട്ടെ. കരിഞ്ഞ് നല്ല മണം. അമ്മാമ ഹാപ്പി ഓണം. ഷീബേന്റെ അല്ലു വന്ന് ഓണായിട്ട് വ്ളോഗ് തുടങ്ങി. അതിന്റെ എന്താ പറയാനുള്ളത്? തുടങ്ങണമായിരുന്നല്ലേ? നാളെ വന്ന നാണം കെടുത്തല്ലേ? ആരെങ്കിലും ജയിക്കണേ നമ്മളിതിന്ന് കേട്ടോ. ആരിത് പറയണം? ഈ മത്സരം എന്തായാലും നടക്കാൻ. നെക്സ്റ്റ് സദ്യ. ഇങ്ങനെ പുറത്ത് വയ്ക്കണം. ആർക്ക്? മാവേലിക്ക്. ബാ ഇനി നമുക്ക് പോവാം. ഇനി നമുക്ക് ഫുഡിന് വെച്ച് കൊടുക്കണം. അതാണ് പരിപാടി. ബാ. ഇതാണ് നന്ദുവിന്റെ ഒക്കെ ഔട്ട്ഫിറ്റ്. എന്താ ഇത്? ഓൺ ഔട്ട്ഫിറ്റ് ഇങ്ങനെയല്ലേ? റിട്രോയാണ് ഇത്. റിട്രോ
അച്ഛൻ മുണ്ട് ഉടുപ്പിച്ചിട്ട് മുണ്ടില് എന്തോ വാരി തേച്ച് എന്ത് കറിയാ കറി തേച്ച് പച്ചടി തേച്ച് പിന്നെ ഇതാക്കി. അച്ഛൻ്റെ അടുത്ത് ഒരു ചോദിക്കട്ടെ, അച്ഛന് ചൈൽഡ്ഹുഡ് ഓർമ്മകൾ എന്തൊക്കെയാ പണ്ടത്തെ ഓണത്തിന്? ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് ഓണത്തിനെ പറ്റി പറയാൻ പറഞ്ഞ. പണ്ടത്തെ ഓണമാണ് ഓണം. ഇപ്പൊ എന്താ ഓണം ഇല്ലേ? ഓണം ഉണ്ട്, എന്നാലും എല്ലാരും മൊബൈലിലുള്ള ഓണമാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് എന്നെ മാത്രം എല്ലാ പേരും ഒത്തുകൂടിയിട്ട് അത്തപ്പൂക്കളൊക്കെ ഇട്ട് ആ ഒരു ഓണം എന്ന് പറഞ്ഞാൽ അത് ഓണം തന്നെ. ഇന്നും പറഞ്ഞ് ഇപ്പോഴത്തെ ഓണം അല്ല. അയ്യോ, അത്തപ്പൂക്കളം ഇട്ടെന്ന് ഇന്ന് നമ്മള് പോയി താഴെ അത്തപ്പൂക്കളം ഇട്ടേ. ഇവിടെ ഇദ്ദേഹം ഇരുന്ന് ഉറങ്ങി. അതല്ല, ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോ പൊട്ടൊക്കെ വെച്ച് വന്നു. ഇതെന്തൊരു പൊട്ട് കേട്ടാ? ഇത്ര നേരം പൊട്ടില്ലായിരുന്നല്ലേ, ഇപ്പൊ പെട്ടെന്ന് പൊട്ട് വന്നു. അമ്മ നോക്ക്, അമ്മയ്ക്ക് ഇപ്പൊ അമ്മേന്റെ അടുത്ത് ഞാൻ ചോദിക്കണം ഓണത്തിനെ പറ്റി എന്താണ് അമ്മയ്ക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെ പറയാൻ പറഞ്ഞ എന്ത് പറയും? അച്ഛൻ ഇവിടെ ഒരു രസം തന്നെ പറഞ്ഞു, അമ്മ അതിനെ പൊട്ടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. മാർക്ക് ഓണം പണ്ടത്തെ ഓണം വരുന്ന ഓണം. എന്തൊരൊത്തൊരുമ. പണ്ടത്തെ ഓണമാണ് ഓണം. പറ അത്തം പത്തിന് പൊന്നു. അമ്മേന്റെ നാട്ടിലെ കൊച്ചിലേത്തേക്ക് ഓണം. പണ്ടത്തെ നാട്ടിലെ കൊച്ചിലത്തെ ഓണം. എന്താ ടെൻഷൻ ആയിട്ടാ? പണ്ടത്തെ നാട്ടിലെ കൊച്ചിലത്തെ ഓണം എന്താ? നീ ഇത് വ്ളോഗ് ഇടരുത്. വ്ളോഗ് ഇട്ടില്ലെങ്കിൽ വ്ളോഗ് ഇടൂല. നീ അത് കട്ട് ചെയ്തിട്ട്. ഓണത്തിന് എന്തിനെന്നറിയാമോ പ്രത്യേകത? ഫസ്റ്റ് ഊഞ്ഞാല്. നമ്മൾ പരീക്ഷയെല്ലാം കഴിഞ്ഞ് വരുമ്പോ മുറ്റത്തൊരു ഊഞ്ഞാല് കാണും. അതാണ് നമുക്ക് ഭയങ്കര സന്തോഷം. നമുക്ക് അച്ഛൻ ഒരു ഊഞ്ഞാല് കെട്ടി കൊടുത്താൽ അമ്മയ്ക്ക് എന്തിനു വീണ് ചാവാൻ? എപ്പോഴും ഓണക്കോടിയൊന്നും അന്ന് എടുക്കും. ഓണത്തിന് മാത്രമേ ഒരു ജോഡി. ഇതെനിക്ക് സദ്യ കിട്ടൂല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും സദ്യയാണ്. ആ ഒരു ഇതിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എല്ലാ മലയാളികളും. അതിനാണ് ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം തന്നെ കണ്ടില്ലേ? അന്തരീക്ഷം തന്നെ ഒരു ശാന്ത സ്വഭാവം. മലയാളത്തിൽ 8 മാർക്ക്. അല്ലേ, ഞാൻ എന്റെ അനുഭവം വെച്ചാൽ ഇപ്പൊ അന്തരീക്ഷം തന്നെ നോക്ക്. നല്ല അന്തരീക്ഷം. എന്താ അയ്യോ അച്ഛനെ രാവിലത്തെ തണുത്ത ആഘോഷിക്കുന്നുള്ള ഒരു തെളിവാണത്. കണ്ട് പടി. ഇങ്ങനെ വേണം പറയാൻ. ഊഞ്ഞാലെന്നു പിന്നെ നിങ്ങൾ ഓണപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ? ഓണപരിപാടി സൗണ്ടൊക്കെ കുറഞ്ഞു ഞാൻ ക്യാമറ എടുത്തപ്പോ. ഓണപരിപാടി, ഓട്ട മത്സരം. അമ്മയായിരുന്ന ഫസ്റ്റ്? അമ്മ ഏതിനായിരുന്നു ഫസ്റ്റ് അടിക്കുന്നത്? കസേര കളിക്ക് അമ്മ. എല്ലാരെയും തള്ളിയിട്ട് പിറകിന്ന് കുത്തി അമ്മ ജയിക്കും. പിറകിന്ന് കുത്തി ജയിക്കാൻ ദാ വന്ന് ഓ അച്ഛ ഏതിനായിരുന്നു ഓണപരിപാടിക്ക് ഫസ്റ്റ് അടിക്കുന്നത്? ഓട്ട മത്സരം. അതിന് പകരം എന്താ ഇരിക്കുന്നു ഇളയമോ ഓടി എല്ലാരും തോപ്പി. അത് എന്നാ കഴിവ് കിട്ടി. എന്റെ അമ്മ ഒന്നും മിണ്ടല്ല. എന്ത് ഇപ്പൊ വയ്യ. അപ്പൊ അമ്മക്ക് എത്ര? 60-90. അമ്മക്ക് 17-18 അടുത്ത ചിങ്ങത്തി തികയില്ല. അയ്യോ, പക്ഷെ എന്റെ പിറകെ 2 പിള്ളേർ നടക്കണം. അമ്മാമ എവിടെ? ഇതോ നിക്കണ അവിടെ. അമ്മാമ പറ. അമ്മാമേന്റെ ഓണം എങ്ങനെയായിരുന്നു പറ. അമ്മാമ പണ്ട് ഓണം ഇങ്ങനെ ആഘോഷിച്ചോണ്ടിരുന്നു. ചാണാമാരി കൊള്ള. എങ്ങനെയായിരുന്നു പറ. നിന്റെ ഓർമ്മകൾ പറ. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ. മറക്കാൻ പറ്റാത്തന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓണം കഴിഞ്ഞതിന്റെ ഓണൊക്കെ പയ്യന്മാരൊക്കെ വിഷയമായിരുന്നു. ഇപ്പൊ എല്ലാം ഒരറ്റത്ത് പോയി ഓണപരിപാടി പരിപാടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കും. എനിക്കും വലിയ ഓണപരിപാടി. അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഓണം കഴിക്കും. എനിക്ക് ഈ സദ്യ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കണം. എനിക്ക് ഓണം എന്തേരെന്നറിയാവോ നിങ്ങൾക്ക്? എനിക്ക് എന്തേരെന്നാ ഓണം? എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരോണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണപരിപാടിക്ക് വണ്ടി ഇറക്കി. മോഡിഫൈഡ് വണ്ടി, ഒരു കാറ്. അതിന്ന് വീണയൊന്നുമില്ല. അതിന്ന് നമ്മള് ഓണത്തിന്റെ ആ മൂഡിൽ നിൽക്കില്ലേ. അപ്പൊ അവിടുത്തെ ഡ്രൈവർ ചേട്ടനുണ്ട്. ഡ്രൈവർ ചേട്ടൻ്റെ ഒരു സൺഗ്ലാസ് നമ്മൾ മേടിച്ച്, കണ്ണാടി. എന്നിട്ട് വൻ കളിയായിരുന്നു നമ്മള്. അപ്പൊ ആഷിക്കിൻ്റെ ഇരുന്ന. അപ്പൊ ആഷിക്കിൻ്റെ ചാടി 2 പ്രാവശ്യം തറയിൽ പോയി. അപ്പൊ ഞാൻ ഇവിടെ എന്തിണ്ടാ അത് കളയല്ലേ, ആ കണ്ണാടി ഞാൻ വെക്കാം സുരക്ഷിതമായിട്ട്.
ഇങ്ങനെ വെച്ച് ഞാൻ ഇവിടെ വെച്ചതേ ഓർമ്മയുള്ളൂ. പരിപാടി കഴിഞ്ഞപ്പോൾ കണ്ണാടിയില്ല. കണ്ണാടിക്ക് 10,000 രൂപ വരുള്ളൂ. മറ്റേ പരിപാടി കഴിഞ്ഞപ്പോ എന്റെ കണ്ണാടി എവിടെ, കന്നടക്കാരെ കണ്ണാടി ഇതാ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാരും കൂടെ കിട്ടാൻ കൊടുത്തു. 10,000 രൂപ. 10,000 കൊടുത്തില്ല, 2,000 കൊടുത്ത് ഒതുക്കി. 10,000 രൂപയുടെ കണ്ണാടി ഉണ്ട്. കണ്ണാടി എവിടെ പോയി? ഓണപരിപാടിയല്ലേ, അത്രയും പേരിക്കുമ്പോ. അതാണ് എന്റെ ഓർമ്മ. ഓക്കെ, ബാക്കി ഞാൻ ഇതിന്റെ തെറിയാൻ വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ, കൊടുത്ത് കഴിച്ച് മാവേലിനെ കാണാൻ പോവാ. മാവേലി വന്ന് കഴിച്ചിട്ട് പോകും. അതാണ് ഇതിന്റെ ഒരു മാവേലി. മുതിർന്നവരാണ് ആദ്യം. ഓ, പപ്പടം. ഓ, സ്നേഹം. ഓ, എന്നാ സൂപ്പർ ആയിരിക്കും കേട്ടാ. പക്ഷെ അമ്മയ്ക്ക് ഒരല്ലേ വേണം. ചമ്മ ചോറൊക്കെ ഉള്ള സദ്യയൊക്കെ. 2 കപ്പിൾസ് ഇരുന്ന് സദ്യ തിന്നുന്നു.